എല്ലാവർക്കും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നീറ്റ്. പക്ഷേ ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു ഡ്രീമിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. പിന്നെ ഇങ്ങ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഫിസിക്സ് ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞാൽ ബേസ് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര ബാറ്റിലായിരുന്നു ഫിസിക്സ് ഒക്കെ ആയിട്ട്. ഓരോ പ്രാവശ്യം മാർക്ക് പറയുമ്പോഴും സാറേ പറ്റണില്ല എന്ന് പറയുമ്പോഴും അവർ നിങ്ങൾക്ക് പറ്റും, നമ്മളെപ്പോലുള്ള എല്ലാ സാധാരണ കുട്ടികൾക്കും പറ്റാവുന്നൊരു സാധനമാണ്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല എന്തായാലും നീറ്റ് കൊണ്ടേ പോവുള്ളൂ, കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇല്ല, നെക്സ്റ്റ് ടൈം ഇല്ല, ഈ പ്രാവശ്യം നമ്മളത് കിട്ടിയേ പോകും. ലൈഫിൽ റിസ്ക് എടുക്കണം, എടുത്താൽ രക്ഷപ്പെടും. പിന്നെ ഇന്നും നല്ലോണം പഠിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് LK സാറ് വന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം ഏപ്രിൽ ആയപ്പോഴാണ് പിന്നെ ക്ലാസ്സുകൾ മിസ് ചെയ്യാൻ തുടങ്ങിയത്, ക്ലാസ് പോയിട്ടുള്ള പഠിത്തം. പിന്നെ കുറേ എക്സാം എഴുതി, നല്ല എന്താ പറയുക, കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം. മീൻസ് അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെ എക്സാം എഴുതണം, ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റും. അതെല്ലാം ഇപ്പോൾ കുറേ പ്രാക്ടീസായി. പ്ലസ് 1 ഒന്നും തീരെ ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങോട്ട് വരണം, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നീറ്റിന് ഡോക്ടർ ആവാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ അതിനത് വേണ്ട തീരെ ബേസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ സൈലത്തിൽ എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബേസ് ഇല്ലെങ്കിൽ അവിടെ പൊക്കോ, അത്യാവശ്യം നല്ല എല്ലാം ബേസൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊക്കെ പറഞ്ഞു, പക്ഷെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പേര് കേൾക്കുമ്പോഴേ പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സൈലത്തിൽ വന്നത്. ബേസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം അങ്ങനെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ പഠിച്ചതൊക്കെ ക്ലിയറാണ്. മാർക്ക് പെർഫോമൻസൊക്കെ വലിയ രീതിക്ക് ഇല്ലെങ്കിലും പക്ഷെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ തീരെ ബേസ് ഇല്ലാത്ത പ്രശ്നമൊന്നും ഫേസ് ചെയ്തില്ല, കാരണം നല്ല രീതിക്കാണ് ക്ലാസ്സസൊക്കെ പോയത്. എൻ്റെ സൈഡ് കുറച്ച് കുറവായോ എന്നൊരു സംശയമുണ്ട്. നല്ലത് ടീച്ചേഴ്സും ക്ലാസ്സസും ഒക്കെ നല്ലതായിരുന്നു. ബേസില്ലാത്ത പ്രശ്നമൊക്കെ മിക്കതും കൺസീലായി പോയി. നല്ല ക്ലാസ്സസാണ്. കുറച്ചും കൂടെ ഹാർഡ് വർക്കിൻ്റെ കുറച്ച് കുറവുണ്ട് എൻ്റെ സൈഡിൽ നിന്ന്, അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെയാണ്. അത് ആലോചിക്കണ്ട, അടുത്ത 7 ദിവസം കൊണ്ട് അത് പരിഹരിക്കൂലേ, മോളെ സൈഡ് റെഡി ആക്കൂലേ? അല്ല എന്തായാലും നീറ്റ് കൊണ്ടേ പോവുള്ളൂ, കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇല്ല, നെക്സ്റ്റ് ടൈം ഇല്ല, ഈ പ്രാവശ്യം നമ്മളത് കിട്ടിയേ പോകും. മാക്സിമം എഫേർട്ടിൽ എഴുതൂലേ? ഇടില്ലേ? എൻ്റെ പേര് ഫാത്തിമ KN, എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു കൊല്ലമായി ഞങ്ങളിപ്പോൾ സൈലം ജൂൺ 2 ഇവിടെ വന്നു. നല്ലൊരു ഹോസ്റ്റൽ, നല്ല സ്പേസുള്ള നല്ലൊരു ഹോസ്റ്റൽ കിട്ടി. പിന്നെ ഞങ്ങളുടേതായ ഭാഗത്തുനിന്ന് എൻ്റെ ഭാഗത്തുനിന്ന് കുറേ ലീവൊക്കെ വന്നിട്ടുണ്ട്, പല പല അസുഖങ്ങളും കാരണങ്ങൾ കാരണം. ബട്ട് എന്നാൽ പോലും അതെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റി. പിന്നെ സാറുമാരുടെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അടിപൊളിയാണ്. നമുക്ക് വേണ്ടി അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെ വളരെ ബേസിക്സിൽ നിന്ന് തന്നെ പറഞ്ഞ് തന്ന് പഠിപ്പിച്ച് വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ ഓരോ പ്രാവശ്യം മാർക്ക് പറയുമ്പോഴും സാറേ പറ്റണില്ല എന്ന് പറയുമ്പോഴും അവർ നിങ്ങൾക്ക് പറ്റും, നമ്മളെപ്പോലുള്ള എല്ലാ സാധാരണ കുട്ടികൾക്കും പറ്റാവുന്നൊരു സാധനമാണ്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നീറ്റ് എന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിശ്വാസം തന്നു. പിന്നെ ഇപ്പോൾ നടക്കുന്ന മോക്ക് ടെസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിലും ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ നമുക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഒന്ന് കാണാപ്പാഠം പഠിച്ച ഇക്വേഷൻ പിറ്റേ ദിവസം രാവിലെ വന്ന് എക്സാം എഴുതുന്നു, അതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബേസ് മുതൽ മനസ്സിലാക്കി അത് എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒന്ന് കറക്കി കുത്തലൊക്കെ മാറ്റി പഠിച്ച സാധനം എങ്ങനെ അപ്ലൈ ചെയ്ത് എങ്ങനെ സ്കോറും മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ റിവിഷൻ നന്നായിട്ട് കൊണ്ടുപോകാം, കാരണം ഒരു വട്ടം പഠിച്ചു 2 വട്ടം പഠിച്ചു എന്ന് ഉള്ളതിലല്ല കാര്യം. ഒരുപാട് വട്ടം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം ഓർമ്മ നിൽക്കുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതിനി വരുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ധൃതി പിടിച്ചൊക്കെ എക്സാം എഴുതി എക്സാം കൊള്ളാക്കരുത്, കാരണം നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്ഥലത്തി വന്നത്. സോ ആ ഒരു ഗുണം നമ്മൾ എക്സാമിന് കയറുന്ന ആ ഒരു 3.5 മണിക്കൂറും കീപ്പ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇവിടെ പഠിച്ചപ്പോൾ നല്ല കോൺഫിഡൻസ് കൂടി, എല്ലാവർക്കും കോൺഫിഡൻസ് കൂടി എന്ന് വിചാരിക്കണം. പക്ഷേ നീറ്റ് കിട്ടുമെന്ന് ആണ് വിചാരിക്കുന്നത്. കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ. എൻ്റെ പേര് മഞ്ജിമ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എല്ലാവരും മെയ് 5-ന് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഞാനും വെയിറ്റിംഗ് ആണ്. എല്ലാവരും പ്രിപ്പറേഷൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ഓട്ടത്തിൻ്റെ ഇടയ്ക്കാണ്.
അതിനിടയ്ക്ക് സാറ് വന്നത്. സാറ് കുറേ പറഞ്ഞു തന്നു. ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു സാറ് വന്നപ്പോൾ തന്നെ. എല്ലാവരും ഇവിടെ ബഹളവും എൽ കെ വന്നു എന്ന് പറഞ്ഞിട്ട് ബഹളമൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ എക്സാമാണ്. അപ്പോൾ അങ്ങനെ ഓരോ എക്സാം എഴുതി ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുന്നു. നീറ്റ് എങ്ങനെയും കയ്യിലെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് കാർത്തിക, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. സൈലത്തിനെ കുറിച്ച് പറയാ വെച്ചാൽ ക്ലാസ്സൊക്കെ നല്ലതാണ്. നമുക്ക് ബേസ് തൊട്ട് എല്ലാ കാര്യവും പറഞ്ഞു തരും. ഞാൻ ഇവിടെ വന്നിട്ടും കുറേ കാര്യം +2 പഠിക്കാത്ത കുറേ കാര്യം ഇവിടെ നിന്നാണ് പഠിച്ചത്. അത് കുറേ മനസ്സിലാക്കാനും പറ്റി. ടീച്ചേഴ്സൊക്കെ നല്ല ഹെൽപ്ഫുള്ളാക്കി നമ്മളെല്ലാം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെൻറ്റേഴ്സും വാർഡനും ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം എക്സാം എഴുതാവുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മെയ് 5-നാണ് എക്സാം. ഇപ്പം അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ആ സമയത്താണ് LK സാറ് വന്നത്. അത് നല്ലൊരു ആശ്വാസമായി. സാറെ കണ്ടപ്പം ഒരുപാട് സന്തോഷമായി. പിന്നെ ഒരുപാട് ഇപ്പോൾ എക്സാംസും എഴുതി. അപ്പോൾ ഒരു കോൺഫിഡൻസും ഉണ്ട്. ഇന്ന ടൈമിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇത്രയും എക്സാംസ് ചെയ്തതോടെ ആ ഒരു പ്രശ്നം സോൾവായി. +2 +1 അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ വരുമ്പം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ബേസ് തൊട്ട് പഠിപ്പിക്കുന്നുള്ളത് ഒറ്റൊരു കാരണം കൊണ്ട് ഇവിടെ വന്നത്. അപ്പം ഇവിടെ എത്തിയ പിന്നെ മനസ്സിലായി എന്തൊക്കെയോ പഠിക്കാനുണ്ടായിരുന്നു എന്ന്. ഫിസിക്സും കെമിസ്ട്രിയും പ്രത്യേകിച്ച്, ബയോളജിയും അതുപോലെ തന്നെ. പക്ഷേ അതിനേക്കാൾ ഉപരി ഫിസിക്സും കെമിസ്ട്രിയും പ്രോബ്ലം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ അരമണിക്കൂറോളം ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ മാറി കുറച്ചും കൂടി സ്പീഡായി തുടങ്ങി. ഹായ്, ഞാൻ ഗോപിക. ഇവിടെ കോഴിക്കോട് തന്നെയാണ് വീട്. ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ചെയ്ത് മെല്ലെയാണ് നീറ്റിന് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിരുന്നു. കാരണം ഞാൻ ഡിഗ്രി ചെയ്തത് സുവോളജിയിലാണ്. അപ്പോൾ ബയോളജി എൻ്റെ കയ്യിൽ സേഫായിരുന്നു. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കുറച്ച് പഠിക്കാൻ. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു എൻട്രൻസ് ലെവലിലൊന്നും പഠിക്കാനൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ട ഇത്തിരി കെമിസ്ട്രി ഒക്കെ ഉള്ളായിരുന്നു. ഫിസിക്സ് +1 +2 നല്ല ടഫായിരുന്നു. പിന്നെ ഇങ്ങ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഫിസിക്സ് ഒന്നും അറിയില്ല. ഒന്നും പറഞ്ഞാൽ ബേസ് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര ബാറ്റിലായിരുന്നു ഫിസിക്സൊക്കെ ആയിട്ട്. എന്നിട്ട് ഇപ്പോഴും അങ്ങനെ ഓക്കെ ആയി എന്നൊന്നുമല്ല. പക്ഷേ ആ ചേഞ്ച് ഭയങ്കര വലുതാണ്. കാരണം ഒന്നും അറിയാത്തടത്തുനിന്ന് എന്തൊക്കെയോ ഇപ്പം അറിയാമെന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് വന്നു. മെയിൻ വ്യത്യാസം കോൺഫിഡൻസ് ലെവലാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. ലൈക്ക് നീറ്റ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ നടക്കുന്ന കോമ്പറ്റീഷൻ എന്താ മനസ്സിലാക്കുന്നത് ഒക്കെയും ഇവിടെ വന്നേ പിന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര പ്രോബ്ലമായിട്ട് തോന്നിയത് എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഫസ്റ്റ്. കാരണം കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇവർ ബേസായിട്ട് പറയുന്ന കാര്യം പോലെ എനിക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. പക്ഷെ ബയോളജി എനിക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയാറുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കൂടി ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു എനിക്ക് ഫിസിക്സ് അറിയില്ല എന്നുള്ളത്. ഓർഗാനിക് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഓക്കെ ആയി ഇവിടെ വന്നേ പിന്നെ. ഞാനൊരു ഡോക്ടർ ആവുമെന്ന് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഞാനായിരിക്കും. കാരണം ഇവിടെ വരുമ്പോൾ എനിക്ക് ഏജ് ഒരു പേടിയുണ്ടായിരുന്നു. വീട്ടുകാരെ പറഞ്ഞൊന്ന് ഓക്കെ ആക്കിക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു. അവരത് മനസ്സിലാക്കി എന്നെ ഇങ്ങോട്ട് വിടുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ എനിക്ക് വീട്ടിലിരുന്നാൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഹോസ്റ്റലിലോട്ട് വിടുന്നു. അങ്ങനെ ഞാൻ എന്നെ തന്നെ അങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നീറ്റ്. പക്ഷേ ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു ഡ്രീമിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ലൈഫിൽ റിസ്ക് എടുത്താൽ രക്ഷപ്പെടും. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് +1 +2 ഞാൻ 10th വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് തന്നെ +1 എനിക്ക് കയറിയപ്പോൾ ലാംഗ്വേജിന് നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാർക്ക് അങ്ങനെ പോയായിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഞാൻ +1 മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി തോറ്റൊരു വ്യക്തിയാണ്. പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയിട്ട് എനിക്ക് വലിയ മാർക്കൊന്നും കയറിയില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് 62% ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു, സൈലം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, നീ ഒന്ന് കയറി നോക്ക്, പറ്റും. പക്ഷെ ഞാൻ വീഡിയോ ഒന്നും കണ്ടാൽ ശരിയാവില്ല, ഫോണിൽ കളിച്ചിരിക്കും വിചാരിച്ച് അത് അങ്ങനെ വിട്ടു.
+2 സെയിം അവസ്ഥ. ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ബയോളജി ഒന്നും ഞാൻ ഇവിടെ വന്നിട്ടാണ് ബയോളജിയൊക്കെ നേരവണ്ണം ചാപ്റ്റേഴ്സ് കാണുന്നവരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ ആ എക്സാമിൻ്റെ സമയത്തോടടുത്ത് ഞാൻ ഒന്ന് മാരത്തോൺ കണ്ടായിരുന്നു സാറുമാരുടെ. അപ്പോൾ അങ്ങനെ +2 എനിക്ക് 82% ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെയാണ് സൈലം എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ ലാംഗ്വേജ് ഇഷ്യൂ എനിക്ക് ഭയങ്കര വിഷയമായിരുന്നു. അങ്ങനെ ഞാൻ സൈലത്തേക്ക് വരുന്നു. എനിക്ക് ബേസ് തൊട്ട് ഒന്നും അറിയില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലും എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നു കുറേയൊക്കെ പഠിച്ചു. പക്ഷേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റും. താങ്ക് യു. നിങ്ങൾക്കും പറ്റും. പറ്റും. ഹാപ്പിയല്ലേ മോള്? നമ്മളെ മുമ്പിലുള്ള ഏറ്റവും ഒരു അടുത്ത പീരീഡിനെ ഭയങ്കര സ്പിരിറ്റോടുകൂടെ ഫേസ് ചെയ്യാൻ നമ്മളെപ്പോഴും തയ്യാറാണ്. വേറെ ആരൊക്കെയുള്ള മോളുടെ വീട്ടില്? അച്ഛനമ്മ, അനിയത്തി. അനിയത്തിയോ? ഇപ്പോൾ 9th, ഇനിയിപ്പോൾ 10th. അവള് വലിയ കുഴപ്പമില്ല. +1 ഏതൊക്കെ സബ്ജക്റ്റാണ് മോള് തോറ്റുപോയത്? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. ഇതൊന്ന് കട്ട് ചെയ്യാവോ? തോറ്റതിനൊക്കെ മറികടന്ന് എത്ര പെർസെന്റേജിന്റെ +2 എത്തിയപ്പോ? 86, 82 സംതിങ്. ഓ ഇല്ലേ, തോറ്റെടുത്ത് നമ്മൾ തീർന്നൊന്നും പോയിട്ടില്ലല്ലോ. തോറ്റെടുത്ത് നമ്മൾ 82% എത്തുന്നു. അവിടുന്ന് നമ്മൾ MBBS എത്തും എന്നല്ലേ പറയുന്നത്, അല്ലേ? അപ്പൊ അതല്ലേ കാണേണ്ട ആളുകൾ അല്ലേ? അത് ആളുകൾ കാണണ്ടേ? കാണണം, അഭിമാനികൾ.